ഹായ് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളം എത്രമാത്രം ശുദ്ധമാണ് എന്ന് നമുക്ക് തന്നെ സ്വന്തമായിട്ട് അറിയാവുന്ന ഒരു എക്യുപ്മെന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. TDS മീറ്റർ എന്നാണ് ഇതിന്റെ പേര്. ഇതാണ് ആ പ്രോഡക്റ്റ്. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ TDS മീറ്ററിന്റെ ഡ്രിങ്കിങ് ലെവൽ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഏകദേശം 50 to 150 ആണെങ്കിൽ എക്സലൻറ്റ് ഫോർ ഡ്രിങ്കിങ്, 150 to 250 ആണെങ്കിൽ ഗുഡ്, 250-നും 300-നും ഇടയ്ക്കാണെങ്കിൽ ഫെയർ ആണ്, 300 to 500 ആണെങ്കിൽ നോ ഡ്രിങ്കിങ് ഫോർ വാട്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായി കുളത്തിൽ നിന്നാണ് കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ കുറേ നാളായിട്ട് ഉപയോഗിക്കാൻ കിടന്നൊരു കുളമാണ്. അപ്പോൾ അവിടുത്തെ വെള്ളമാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ അതിൻ്റെ TDS ലെവൽ നമുക്ക് നോക്കാം. വീട്ടിൽ പണ്ട് കുടിച്ചിട്ടിരുന്ന കുളമാണ്. ഇപ്പോഴേ കുറേ നാൾക്ക് ശേഷം അതിൻ്റെ വെള്ളത്തിൻ്റെ എന്തുമാത്രം അത് നമുക്ക് ഉപയോഗപ്രദമാണ് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇതാതെ അമ്പുക്കുട്ടൻ്റെ കുളത്തിലിറങ്ങി ഇതേ വെള്ളം എടുക്കുവാണ്. വരാലൊക്കെ പിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ കുറേ നാളായി മീൻ പിടിച്ചിട്ട്, നമുക്ക് ഒരു ദിവസം ഇറങ്ങി പിടിക്കേണ്ടി വരും മിക്കവാറും. ഓക്കെ, ഇതാ അതെടുത്തു. അത്യാവശ്യം നല്ല രീതിയിൽ കുറേ മണലും ചെളിയും മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. അതിനുശേഷം നമ്മളിത് ബോർവെല്ലിലെ വെള്ളമാണ് നമ്മളെടുത്തത്. അതിനുശേഷം നമ്മൾ ഫിൽറ്റർ RO ഫിൽറ്ററിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ RO ഫിൽറ്ററിൻ്റെ റീഡിങ് നമുക്ക് നോക്കാം. നമ്മൾ കുടിക്കുന്ന വെള്ളം 3A കാണിക്കുന്നുള്ളൂ. വളരെ ലോ ആണ് TDS ലെവൽ കേട്ടോ, 3A കാണിക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്കിത് നമ്മൾ മറ്റേ ബോർവെല്ലിലെ വെള്ളം നമ്മൾ ടാങ്കിലേക്ക് അടിച്ച വെള്ളമാണ്. പൈപ്പിൽ നിന്ന് എടുത്ത വെള്ളം നോക്കുകയാണ്. അതിൻ്റെ അകത്ത് TDS ലെവൽ 52 വരെ കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മളിത് കുളത്തിൽ നിന്ന് എടുത്ത വെള്ളമാണ്. അതിന് എന്തുമാത്രം കാണിക്കുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. 158 ആണ്. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് നമ്മുടെ TDS മീറ്റർ. നമ്മൾ റീഡിംഗ് ഒക്കെ എടുത്തായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ TDS മീറ്ററിൻ്റെ റീഡിംഗ് വ്യത്യാസം. നമ്മൾ കുടിക്കുന്ന വെള്ളവും നമ്മൾ പൈപ്പിൽ നിന്ന് എടുത്ത വെള്ളം, പിന്നെ നമ്മൾ കുളത്തിൽ നിന്ന് എടുത്ത്. അപ്പം അത്യാവശ്യം ഇവിടുത്തെ വെള്ളം അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തെയും TDS ലെവൽ വ്യത്യാസമായിരിക്കും. അപ്പം എല്ലാവരും ഇതുപോലൊരു TDS മീറ്റർ കയ്യിൽ കരുതുന്നത് വളരെ പ്രയോജനമായിരിക്കും. കാര്യം ഏത് വെള്ളമായാലും നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ധൈര്യമായിട്ട് കുടിക്കാവുന്നതാണ്. ഏത് വെള്ളവും തിളപ്പിച്ചാറിന് ശേഷം കുടിക്കുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അതെല്ലാവരും ഓർത്ത് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് പറയാനുള്ളത്, ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ റീഡിംഗ് ലെവൽ എടുക്കുമ്പോഴത്തേക്ക് ഇത് ജസ്റ്റ് ബ്ലാക്ക് ടീ ആണ്. ഈ ബ്ലാക്ക് ടീ ആകുമ്പോൾ നമ്മുടെ തേയില ഇതിൻ്റെ അകത്ത് ഓൾറെഡി മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ബ്ലാക്ക് ടീയുടെ TDS ലെവൽ നമുക്ക് നോക്കാം. ചെക്ക് ചെയ്തു. ബ്ലാക്ക് ടീ TDS ലെവൽ കാണിക്കുന്നത് എത്രയാണ്? 172, 183 ആണ്. അപ്പോൾ ആ തേയിലയിൽ അമ്മാതിരി കെമിക്കൽ അടർന്നുകൊണ്ടായിരിക്കും. നമുക്കറിയാമല്ലോ തേയില. അപ്പോൾ തേയിലയിൽ ഇതെല്ലാം കൂടി കലർത്തിയായിരിക്കും അത്ര 178 വരെ കാണിച്ചത്. അപ്പോൾ ഈ റീഡിങ് നമുക്ക് ഇപ്പം നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ നമുക്കിത് ഇവിടെ ഹോൾഡ് എന്നൊരു ബട്ടൺ കണ്ടല്ലോ, ഇവിടെ ഹോൾഡ് ബട്ടൺ കണ്ടല്ലോ. ഈ ഹോൾഡ് ബട്ടൺ നെക്കിക്കഴിഞ്ഞാൽ ആ റീഡിങ് പിന്നെ മാറിപ്പോകത്തില്ല. നമ്മൾ ഇതിലേക്ക് മുക്കിയതിന് ശേഷം നമ്മൾ ഈ ഹോൾഡ് ബട്ടൺ നെക്കുന്നു. അതിനുശേഷം നമ്മളിത് പിന്നെ ആ റീഡിങ് അതുപോലെ തന്നെ നിൽക്കും. കണ്ടോ 101 ഇപ്പോൾ 107 കാണിക്കുന്നുണ്ട്. വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ. അപ്പം എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക,